ഇന്ന് നമുക്ക് പുളിയിലയിട്ട് വറ്റിച്ചെടുത്താലോ, മീൻ വറ്റിച്ചെടുത്താലോ, അല്ലെങ്കിൽ പുളിയിലയിട്ട് ചുട്ടെടുക്കുക എന്നൊക്കെ പറയും കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള പുളിയിലയൊക്കെ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊഴുവ മീനാണ് പുളിയിലയിട്ട് വയ്ക്കാൻ പോകുന്നത്. അതിന് കൊഴുവ മീനൊക്കെ ചെറുതായിട്ട് വൃത്തിയാക്കി, നമ്മളിവിടെ വാല് കളയാതെയാണ് എടുത്തേക്കുന്നത്. വാല് കളഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, വൃത്തിയാക്കി എടുത്ത് അതിനാവശ്യമായിട്ടുള്ള അരപ്പിന് വേണ്ട തേങ്ങ, അതുപോലെ തന്നെ കാന്താരി മുളക് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളെടുക്കുക. കാന്താരി മുളകും തേങ്ങയും പുളിയിലയും എല്ലാം കൂടിയിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം. അതിനിടയ്ക്ക് നമ്മളൊരു ചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇലയിലാണെങ്കിൽ വെച്ചാണെങ്കിലും അപ്പം നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇല ഉപയോഗിച്ചാണെങ്കിലും വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച കൊഴുവ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മൊത്തം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കോണം. വാഴയില വെട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നല്ലതായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിളച്ച് നമ്മളിപ്പോൾ ഒരു ഇലയിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്.